ഹലോ നമസ്കാരം, വെൽക്കം ടു ബിന്ദുസ് കുക്കിംഗ് വ്ലോഗ്സ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നെയ്പത്തൽ അല്ലെങ്കിൽ നെയ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അരി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പൂരിയൊക്കെ വീർത്ത് വരുന്ന പോലെ നല്ല വീർത്ത് വരുന്ന നെയ്പത്തൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ട്രഡീഷണലി ഇത് ഉണ്ടാക്കുന്ന അരി കുതിർത്ത് അരച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുട്ടുപൊടിയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പാക്കറ്റ് വാങ്ങിക്കുന്ന പുട്ടുപൊടി. ഇത് ഞാൻ ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാനായിട്ട്. വെള്ളം നമ്മളെടുക്കുന്ന പുട്ടുപൊടിയുടെ അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. എന്തായാലും ഒരു 1.5 കപ്പ് വെള്ളം വേണ്ടി വരും. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണ്ട അത്രയും നമുക്കപ്പോൾ മനസ്സിലാവും. ഒരു സ്പൂണോ തവിയോ കൊണ്ട് നല്ല ചൂടായതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. പുട്ടുപൊടി ആയതുകൊണ്ട് വെള്ളം അത് വലിച്ചെടുക്കും. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും ഒരു 5-6 ചുവന്നുള്ളിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടി മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ഈ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പം വെള്ളം അല്പം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നെയ്പത്തൽ നല്ല പേരാവുകൊണ്ട് നമുക്കൊരിത്തിരി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ കുഴയ്ക്കുന്നതിനൊക്കെ ഒരിത്തിരി കൂടി മയത്തിൽ കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ഇതുപോലെ നല്ല ഉരുളകളാക്കി നല്ല ഷേപ്പിൽ ഉരുട്ടി വെക്കുക. അപ്പം പരത്തുമ്പോഴും നല്ല ഷേപ്പിൽ കിട്ടും. ഇനി ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള ഒരു പ്ലാസ്റ്റിക് കവറോ ഷീറ്റോ എടുത്ത് അതിൻ്റെ ഇലയിലാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ പുറത്താണെങ്കിലും നന്നായിട്ട് എണ്ണ തടവി കയ്യിലുമൊക്കെ എണ്ണ തടവിയിട്ട് ഈ മാവ് വെച്ചിട്ട് ഇതുപോലെ കൈയുടെ അകവശം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പതുക്കെ പരത്തിയെടുക്കാം. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിയായിട്ട് ഷേപ്പും ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് അതിലും എണ്ണ തടവിയിട്ട് ഈ മാവിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ അടിവശം പരന്നിരിക്കുന്ന പ്ലേറ്റോ അല്ലെ മറ്റെന്തെങ്കിലും പാത്രമോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ സൈഡും ഒരേപോലെ കനത്തിലുള്ള പത്തിരി കിട്ടും. ഇത് പരത്തുമ്പോൾ ഒരു ഇത്തിരി കനത്തിൽ വേണം പരത്താൻ. കല്ല് ചുട്ടെടുക്കുന്ന പത്തിരി പോലെ നൈസായി പോകരുത്. ഒരിത്തിരി കനത്തിൽ വേണം, നല്ല ഓവറായിട്ട് കനം ആവുകയരുത്. ഇനി ഇതിനെ നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. ചൂട് കുറവാണെങ്കിൽ അത് നല്ല പൊങ്ങി വരില്ല. അതുകൊണ്ട് നല്ല തിളച്ച എണ്ണ തന്നെ ആയിരിക്കണം. അത് ഇട്ട് അല്പസമയം കഴിയുമ്പോൾ ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ പതുക്കെ അതിൻ്റെ പുറത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് പൊങ്ങി വരും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 വശവും ഒന്ന് നന്നായി മൊരിച്ചെടുക്കാം. ഇത്രയും കളറായാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് കരിച്ച് കളയരുത്. ഇങ്ങനെ ഓരോന്നും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. വലിപ്പം വലുതോ ചെറുതോ ഒക്കെ ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ നെയ്പത്തിലെല്ലാം നല്ല ഗോൾഡൻ കളറിൽ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയുടെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ നല്ല കിഴങ്ങ് കറിയുടെയോ കടലക്കറിയുടെയോ ഒക്കെ സെർവ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല രസമാണ്.